Hi my dear students, once again welcome back to probability. പ്രോബബിലിറ്റിയുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ചില പ്രത്യേകതകളും അതിൻ്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. Here is the question number 37. If a fair coin is tossed 10 times, find the probability of getting exactly 6 heads. Okay. ഇവിടെ ഒരു കോയിൻ 10 times ടോസ് ചെയ്യാം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? n എന്ന് പറഞ്ഞാൽ 10 ആണ്. സോ n is equal to 10. കോയിൻ ടോസ് ചെയ്യാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 6 ഹെഡ് ആണ്. അപ്പോൾ 6 ഹെഡ് കിട്ടുന്നതിന് നമുക്ക് സക്സസ് എന്ന് വിളിക്കാം. പ്രോബബിലിറ്റി സക്സസിനെ p എന്നാണല്ലോ വിളിക്കുന്നത്. അത് 1/2 ആണ്. q എന്ന് പറഞ്ഞാൽ 1 minus p ആണ്. ദാറ്റ് ഈസ് 1 minus 1/2. ദാറ്റ്സ് ഈക്വൽ ടു അഗൈൻ 1/2. നമുക്ക് വേണ്ടത് x is equal to 6 ആണ്. എക്സാക്ട്ലി 6 ഹെഡ്സ്, 6 സക്സസ് കിട്ടണം. അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് x is equal to 6 is equal to nc6 അല്ലേ, 10c6 p 1/2 raised to 6 into q raised to 10 minus 6, that is 4. So that's equal to 10c6 നമുക്കറിയാം. 10c6 is same as 10c4. 1/2 raised to 10. Okay, that is 10 into 9 into 8 into 7 by 1 2 3 4. 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് 1024 ആണ് അല്ലേ, 1/. ഓക്കെ, അപ്പോൾ ഇത് 4ഉം 2ഉം കൂടെ വെട്ടി 8 പോയി, ഇത് 3 ആവും. So it is equal to 210 divided by 512 എന്ന് വരും അല്ല, സോറി 1024. നമുക്ക് വേണമെങ്കിൽ ഇൻറ്റു 2 എന്ന് എഴുതിയേക്കാം. അപ്പോൾ വീണ്ടും ഈ 2 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് 105 divided by 512 എന്ന് കിട്ടും. ഓക്കെ ഓക്കെ മക്കളെ, യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് പക്ഷേ ഇത് 2010 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2010 എക്സാമിനേഷൻ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, here is the next question, question number 38. A die is thrown 6 times. Getting an odd number is a success. What is the probability of getting 5 successes? Second, at least 5 successes, at most 5 successes. Okay, അപ്പോൾ ഡൈ ആണ് റോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഡൈ ആണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ഇതാണ് അവിടെ കിട്ടുന്ന ഔട്ട്കംസ്. ഈ ക്വസ്റ്റ്യൻ ബൈ ഈ ക്വസ്റ്റ്യൻ 2014 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഫൈനൽ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് 1 2 3 4 5 6 എന്നാണ് ഔട്ട്കംസ്. നമ്മൾ പറഞ്ഞ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ ഈസ് എ സക്സസ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 3 5 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ p എന്നാണ് വിളിക്കുന്നത്. p എന്ന് പറഞ്ഞാൽ 3 out of 6 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/2. അതുകൊണ്ട് q എന്ന് പറഞ്ഞാൽ 1 minus p വരും. ദാറ്റ് ഈസ് 1 minus 1/2. ദാറ്റ്സ് ഓൾസോ ഈക്വൽ ടു 1/2. ഓക്കെ, ഇനി n എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്. അപ്പോൾ നമുക്ക് p കിട്ടി 1/2, n കിട്ടി, q കിട്ടി 1/2. ഓക്കെ, ഇനി ഇതിന്റെ സക്സസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ 5 സക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം p ഓഫ് x is equal to 6, സോറി x is equal to 5. ഫോർമുല കൊടുക്കുമ്പോൾ 6z5 p raised to 5 q raised to 6 minus 5, that is 1. 6c5 എന്ന് വെച്ചാൽ 6c1 തന്നെയാണ്. അപ്പോൾ 6 എന്ന് വരും. 1/2 raised to 6 അല്ലെ, 1/2 raised to 5 into 1/2 raised to 1 എന്ന് പറഞ്ഞാൽ 1/2 raised to 6 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 6 into 1/2 raised to 6 എന്ന് പറഞ്ഞാൽ 64 എന്ന് വരും. ഇനി നമുക്ക് വേണമെങ്കിൽ 2 കൊണ്ട് കട്ട് ചെയ്താൽ 3/32 എന്ന് എഴുതാം. സോ ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ, ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ അതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 6 സക്സസസ് എന്ന് വെച്ചാൽ 6 സക്സസസ് എങ്കിലും കിട്ടണം എന്ന് വെച്ചാൽ ഒന്നുകിൽ 6 ആകാം
മീൻസ് ഐ മീൻ 5 സക്സസസ്. ഇപ്പോൾ 5 സക്സസസ് എങ്കിലും കിട്ടണം എന്ന് പറഞ്ഞാൽ 5 സക്സസസ് ഓർ പിന്നെ വരാവുന്ന 6ഉം സക്സസ് ആകുന്ന 2 കേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് 5 മീൻസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 5 ഓർ മീൻസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്നാണ് നമുക്ക് വരേണ്ടത്. ദറ്റ് ഈസ് സെയിം ആസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 വരാം, ഓർ മീൻസ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 6 വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഫോർമുല കൊടുത്താൽ മതി. ദറ്റ് ഈസ് 6c probability of x is equal to 5. So 6z5 1/2 raised to 5 into 1/2 raised to 1 plus 6c5 66 1/2 raised to 6. Okay, that is same as 6c5 is 6 ആണ്. 6 into ഇത് 1/2 raised to 6 വരും, that is 1/64 വരും, പ്ലസ് ഇത് 1 ആണ്, so 1/2 raised to 6, that is 64 വരും. That is equal to 6 by നമുക്ക് 64 കോമൺ ആയിട്ട് എടുക്കാം, 6 plus 1 എന്ന് വരും, 7 divided by 64. That's the answer. Okay, ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ടാണ്. അറ്റ് മോസ്റ്റ് 6 സക്സസസ് എന്ന് വെച്ചാൽ മാക്സിമം 6 സക്സസ് വരെ 5, എപ്പോഴും ഞാൻ 6 എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 6 അല്ല 5 ആണ്. അറ്റ് മോസ്റ്റ് 5 സക്സസസ്, മാക്സിമം 5 സക്സസസ് വരെ കിട്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എക്സ് അറ്റ് മോസ്റ്റ് ആണ്, മാക്സിമം 5 സക്സസസ്. സോ എക്സ് ലെസ് ദാൻ 5, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരാം. കാരണം എന്താണ്? മാക്സിമം അറ്റ് മോസ്റ്റ് 5 സക്സസസ്, മാക്സിമം 5 സക്സസസ് വരെ കിട്ടാം. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ആകെപ്പാട് ഇതിനകത്തുനിന്ന് ഒഴിവാകുന്നത് പറഞ്ഞാൽ ആ 6 സക്സസ് കിട്ടുന്ന ഒരു കേസ് മാത്രമേ ഒഴിവാകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ വേണേൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 അല്ലേ? ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ ഇത് വരും 6 വരും. സോ പ്രോബബിലിറ്റി 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 5 എന്ന് പറഞ്ഞാൽ 6 മാത്രമേ ഉള്ളൂ, കാരണം 6 കേസല്ലേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 6 വരുന്നത് ഏതാണ്? നമുക്ക് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 6z6 p 1/2 raised to 6 q raised to 0 എന്ന് വരും. ദാറ്റ് ഈസ് 1 മൈനസ് 6z6 ഈസ് 1 ആണ്, 1/64 എന്ന് വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 64 minus 1 divided by 64, that is equal to 63 divided by 64. So that's the answer. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ വലിയ പ്രോബ്ലം ആണെങ്കിൽ പോലും നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇത് 2014 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. Okay, here is the next question. A pair of dice is thrown 4 times. Okay, getting a doublet is considered as a success. നമുക്കറിയാം പെയർ ഓഫ് ഡൈസ് റോൾ ചെയ്യുമ്പോൾ നമുക്ക് 1 1 1 2 അങ്ങനെ നമുക്ക് കിട്ടാവുന്ന പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ 1 1 മുതലും അങ്ങനെ പോയി 6 6 വരെ 36 ഔട്ട്കംസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഗെറ്റിംഗ് എ ഡബിളറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സക്സസ്. ഡബിളറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് അറിയാമോ? രണ്ടിലും ഒരുപോലെ വരുന്നത് 1 1, പിന്നെ 2 2, പിന്നെ 3 3, then 4 4, then 5 5, and finally 6 6. ഇങ്ങനെ 6 എണ്ണമാണ് ഡബിളറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് കിട്ടുന്നതാണ് സക്സസ് ആയിട്ട് കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ പെയർ ഓഫ് ഡൈസ് ഈസ് ത്രോൺ 4 ടൈംസ് ആണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 4 ആണ്. ദെൻ പി പ്രോബബിലിറ്റി സക്സസ് എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്ന ഇതിനകത്ത് 1 2 3 4 5 6 എണ്ണം ഉണ്ട്. സോ പി എന്ന് പറഞ്ഞാൽ 6 ഔട്ട് ഓഫ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 36 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 1/6 എന്ന് വരും. ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി എന്ന് വിളിക്കാം. ദറ്റ് ഈസ് 1 മൈനസ് 1/6 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 1/6 5/6 എന്ന് വരും. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ 1/6, ക്യൂ എന്ന് പറഞ്ഞാൽ 5/6. ഇനി അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഒന്നാമത്തെ ആൻസർ ആയി കഴിഞ്ഞു അല്ലേ?
ഒന്നാമത്തെ ആൻസർ ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഡബിളറ്റ് ആണ്, അത് പി ആണ്. പി എന്ന് പറഞ്ഞാൽ 6/36 1/6 ആയി. ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് 2 സക്സസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി 2 സക്സസ് കിട്ടണം. 2 സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്ത് വരും? NC(x) എന്ന് പറയുമ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 4C2 p എന്ന് പറഞ്ഞാൽ 1/6 and cube, that is 5/6 2. Okay, that's equal to 4C2 is same as 4 into 3 divided by 1 into 2. ഇത് നമുക്കറിയാം 1/6 ആണ് into 5/6 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് സെയിം ആസ്, ഇത് നമുക്ക് കട്ട് ചെയ്യാം, 2 എന്ന് വരും. 6 into ന്യൂമറേറ്ററിൽ 1 into 5/2 എന്ന് വരും ഡിവൈഡഡ് ബൈ 6/4, റൈറ്റ്? ഓക്കെ, അതിൽ ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്ത് കളയാം, 6³ എന്ന് വരും. 25 ഡിവൈഡഡ് ബൈ 6³ നമുക്കറിയാം അത് 216 ആണ് അല്ലേ? സോ ഇറ്റ്സ് ഈക്വൽ ടു 216. സോ ദാറ്റ്സ് ആൻസർ. ഇത് 2016 ചോദിച്ചിരുന്ന മാർച്ചിൽ 2016 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമുക്ക് മനസ്സിലായ മക്കളെ? അപ്പൊ ആദ്യം ഇതിന്റെ പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. നമുക്കിത് ഉപയോഗിച്ച് വേണമെങ്കിൽ ഇതിന്റെ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NP ആണ്. n നമുക്കറിയാം 4 ആണ്. പി നമുക്കറിയാം, ഇപ്പോൾ ഓൾറെഡി നമ്മൾ കിട്ടിയ 1/6 ആണ്. അപ്പൊ മീൻ എന്ന് പറഞ്ഞാൽ NP എന്ന് പറയും. അപ്പോൾ NP എന്ന് പറഞ്ഞാൽ 4 into 1/6 വരും, 2/3 വരും. ദെൻ വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ NPQ ആണ്. NPQ എന്ന് പറയുമ്പോൾ ഇൻറ്റു ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ ആവും. അത്തരത്തിൽ നമുക്ക് അത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അത് നമ്മളോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ലെന്ന് മാത്രം. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 40. 5 cards are drawn successively with the replacement from a well shuffled deck of 52 cards. What is the probability that all the 5 cards are spades, only 3 cards are spades, none is a spade? അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായി മക്കളെ? 5 cards are drawn from 52 cards. 5 cards എടുക്കുകയാണ് 52 cardsനകത്ത്. What is the probability that all the 5 cards are spades? ഇപ്പൊ സ്പെയ്ഡ് കിട്ടുന്നതിനാണ് നമ്മളൊരു സക്സസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ സ്പെയ്ഡ് കാർഡ് കിട്ടുന്നത് സക്സസ് ആയിട്ട് എടുക്കുക. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എത്ര വരും? പി എന്ന് പറഞ്ഞാൽ എത്ര സ്പെയ്ഡ് കാർഡ്സ് ആവുള്ളേ? നമുക്കറിയാം ടോട്ടൽ 52 ആണ്. ഓരോന്നും നമുക്കറിയാം ഓരോന്നും എത്രയുണ്ട്? 13 വീതം ഉണ്ട് അല്ലെ? 13 ഡയമണ്ട് ഉണ്ട്, 13 ഹാർട്ട് ഉണ്ട്, 13 സ്പെയ്ഡ് ഉണ്ട്, 13 ക്ലബ്സ് ഉണ്ട്. അപ്പം ഏതും 13 എണ്ണം വീതമുണ്ട്. അപ്പം ഈ ഒരു സ്പെയ്ഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 13 out of 12 അല്ലെ? സ്പെയ്ഡ് 13, ക്ലബ്സ് 13, ഡയമണ്ട് 13, ഹാർട്ട്സ് 13. അപ്പം 4 ടൈപ്പും 13 എണ്ണം വീതമുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 52 വരുന്നത്. അപ്പൊ അതിനകത്തൊരു സ്പെയ്ഡ് കിട്ടാനുള്ള ചാൻസ് പറഞ്ഞാൽ ഫേവറബിൾ കേസ് 13, ടോട്ടൽ നമ്പർ 52. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4 എന്ന് വരും. അപ്പൊ Q എന്ന് പറഞ്ഞാലോ? Q എന്ന് പറഞ്ഞാൽ 1 minus P വരും. ദാറ്റ് ഈസ് 1 minus 1/4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്ന് വരും. അപ്പൊ P ആയി, Q ആയി. ഇനി നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന 5 cards are drawn അല്ലെ? 5 cards are drawn എന്ന് പറയുമ്പോൾ ഇവിടുത്തെ n എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 എണ്ണമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതൊരു നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയി. വിത്ത് n is equal to 5, P is equal to 1/4 and Q is equal to 3/4. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം. നമ്പർ 1, all the 5 cards are spades എന്ന് പറഞ്ഞാൽ എല്ലാം സ്പെയ്ഡ് കിട്ടണം. എന്ന് വെച്ചാൽ 5 സക്സസ് കിട്ടണം അല്ലെ? എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് x is equal to 5 ആണ്. എല്ലാം സക്സസ് കിട്ടണം. x is equal to 5. അപ്പോൾ നമ്മുടെ ഫോർമുല വെച്ച് ഇറ്റ് ഈസ് NCX, that is 5C5 P raised to 5 into Q raised to 0. That's equal to 5C5 1 ആണ്. So it is 1/4 raised to 5. That is same as 1/4 raised to 5. ഇത് നമുക്കറിയാം 1/4 raised to 5 എന്ന് പറഞ്ഞാൽ 1/1024. ഓക്കെ, ഇത്ര എഴുതിയാലും യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ ആയി.
ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. സെക്കൻഡ് പാർട്ട്, ഓൺലി 3 cards are spades എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സാക്ട്ലി 3 സക്സസ് കിട്ടണം അല്ലേ. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈക്വൽ ടു 5C3. ഓക്കെ, P is 1/4. 1/4 raised to 3. Then 3/4. 3/4 raised to 5 minus 3, that is 2. Right? Okay. So it is 5C3 same as 5C2. That is 5 into 4 divided by 1 into 2. This is 1/4 cube into 9/4. Okay. അതിന് ഇത് നമുക്ക് വെട്ടിക്കളയാം. പിന്നെ 45 divided by ഇത് 64 into 4 cube. 4 cube എന്ന് പറഞ്ഞാൽ 64 വരും. ഇത് 4 സ്ക്വയർ ഉണ്ട്, അപ്പം ഒരു 4 മിച്ചമുണ്ട്. 4 സ്ക്വയർ ആണ്, അപ്പോൾ ഈ സ്ക്വയർ പോകുള്ളൂ. അപ്പം 4:4 വരും. 4:4 എന്ന് പറഞ്ഞാൽ 64. നമുക്കറിയാം 64 into 4 വരും. 64 into 4 എന്ന് പറഞ്ഞാൽ 256 വരും. 256 into 2 512 വരും. ഓക്കെ, സിമ്പിൾ മാത്തമാറ്റിക്സ് ഇത്രേ ഉള്ളൂ. ഈ ഒരു ഫോർമുല മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സാധാരണ കാൽക്കുലേഷനാണ്. 45/512. ഓക്കെ, ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നൺ ഈസ് എ സ്പെയ്ഡ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സക്സസ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്ര വരും? പ്രോബബിലിറ്റി ഓഫ് x is equal to 0 വരും. x equal to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 5C0 1/4 raised to 0 3/4 raised to 5 എന്ന് വരും അല്ലെ. അല്ലെ തന്നെ നമുക്കറിയാൻ സാധിക്കും ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്താ പറയുക, എല്ലാം നമുക്ക് ഫെയിഡ് ആവണം. മീൻസ് സ്പെയ്ഡ് ആകാൻ പാടില്ല എന്ന് വെച്ചാൽ എല്ലാം ഫെയിലർ ആവണം എന്ന് പറയാം. ആദ്യത്തെ ഫെയിലർ അത് കിട്ടാനുള്ള ചാൻസ് 3/4 raised to 1. രണ്ടാമത്തത് 3/4 raised to വീണ്ടും 3/4 വരും. മൂന്നാമത് ദാറ്റ് ഈസ് q raised to 5 എന്ന് വരും അല്ലെ. അത് തന്നെ ഇവിടെ കിട്ടിയേക്കും. 5C0 1 ആണ്, 1/4 raised to 0 1 ആണ്. സോ ഇറ്റ് ഈസ് 3/4 raised to 5 എന്ന് വരും. 3 raised to 5 divided by 4 raised to 5. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 243 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു 1024. അങ്ങനെ നമുക്ക് അതും കിട്ടും. ഓക്കെ, അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ആ ഒരു ബൈനോമിയൽ തിയറം, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യമൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അതായത് പി കണ്ടുപിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ളൂ. പി കിട്ടിയാൽ നമുക്ക് ക്യൂ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person buys a lottery ticket in 50 lotteries, in each of which his chance of winning a prize is 1/100. ഒരാള് 50 ലോട്ടറികളിലും ബൈസ് എ ലോട്ടറി ടിക്കറ്റ് ഇൻ 50 ലോട്ടറീസ്. 50 ലോട്ടറികളിലും പുള്ളി ഒരു ലോട്ടറി ടിക്കറ്റ് വീതം എടുക്കും. ഓരോന്നിലും ഉള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ 1/100 ആണ്. Then what is the probability that he will win a prize at least once? 50 തവണ എടുത്താൽ ഒരെണ്ണമെങ്കിലും വിൻ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? സെക്കൻഡ് വൺ എക്സാക്ട്ലി വൺസ്, ഒറ്റ തവണ വിൻ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? അറ്റ്ലീസ്റ്റ് ട്വൈസ്, 2 തവണയെങ്കിലും വിൻ ചെയ്യാനുള്ള ചാൻസ് എത്രയാണ്? അപ്പൊ ഇവിടെ നമുക്ക് ക്ലിയർ ആണ്, ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. വിത്ത് n എന്ന് പറഞ്ഞാൽ 50 അല്ലെ, ക്ലിയർ ആണ്. 50 ആണ് ട്രയൽസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇങ്ങനെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് അത് തന്നിട്ടുണ്ട്. പി എന്ന് പറഞ്ഞാൽ 1/100 ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 - p ആയിരിക്കും. ദാറ്റ് ഈസ് 1 - 1/100 ആണ്. ദാറ്റ് ഈസ് 100 - 1/100. ദാറ്റ് ഈസ് ഈക്വൽ ടു 99 divided by 100. ഇതാണ് ക്യൂ എന്ന് പറഞ്ഞാൽ. പി എന്ന് പറഞ്ഞാൽ ഇത്, n എന്ന് പറഞ്ഞാൽ 50. ദെൻ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് he will win a prize at least once? ഒരു തവണ എങ്കിലും ജയിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം അല്ലെ. ഒരു തവണ എങ്കിലും ജയിക്കുക എന്ന് പറഞ്ഞു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 ആകാം, 2 ആകാം, 3 ആകാം, അങ്ങനെ 50 വരെ ആകാം. അതിനകത്ത് ആകെപ്പാടെ ഒഴിവായി പോകുന്ന ഏതാണ്? ഒരിക്കൽ പോലും ജയിക്കാതിരിക്കുന്ന എന്നുള്ളൊരു കേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണേൽ അതിനെ ഇങ്ങനെ എഴുതാം, 1 - p of
എക്സ് ലെസ് ദാൻ 1 എന്ന് എഴുതിയാലും ശരിയാണ് അല്ലെ. എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് വരാം. സീറോയുടെ പ്രോബബിലിറ്റി നമുക്കറിയാമല്ലോ, ദറ്റ് ഈസ് 1 മൈനസ് n എന്ന് പറഞ്ഞാൽ 50c0 p raised to 0 that is 1/100 raised to 0 q 99/100 raised to 50. ഓക്കെ, അപ്പോൾ ഇത് 50c01 ആണ്, 1/100 raised to 0 1 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 99/100 raised to 5 അല്ല 50. ഇതൊരു ഹ്യൂജ് നമ്പർ ആണ് ഈ സാധനം, അതുകൊണ്ട് നമ്മൾ അത് സിംപ്ലിഫൈ ചെയ്യണ്ട, ഇങ്ങനെ ഇത്തരത്തിൽ എഴുതിയാൽ മതിയാവും. മനസ്സിലായല്ലോ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടാണ്. എക്സാക്ട്ലി വൺസ് ആണ് വിന്നിംഗ്. ദ പ്രോബബിലിറ്റി ഓഫ് വിന്നിംഗ് എക്സാക്ട്ലി വൺസ് എന്നുവെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 വരും. ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. 50c1 p എന്ന് പറഞ്ഞാൽ 1/100 ആണ്, റേസ് ടു 1 into 99/100 all raised to 49, right? So that's equal to 50c1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 50 ആണ്. So 50 into 1/100 അല്ലേ, into 99 raised to 49 divided by 100 raised to 49. ഓക്കെ, ഈ തമ്മിൽ കട്ടായി പോവും, 2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 1/2 into ഇത് ഒരുമിച്ച് വേണം എഴുതിയേക്കാം 99/100 all raised to 49. ഇതൊരു ഹ്യൂജ് നമ്പർ ആണ്, ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ് എക്സാക്ട് വാല്യൂ. സോ ഇറ്റ്സ് ഇനഫ് ടു റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, മൂന്നാമത്തെ പാർട്ട് സി പാർട്ട്. സി പാർട്ട് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ട്വൈസ് വിന്നിംഗ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് ട്വൈസ്, 2 തവണ എങ്കിലും എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, മിനിമം 2 തവണ എങ്കിലും ജയിച്ചിരിക്കണം. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ദി സെയിം ആസ് 1 എന്ന് വെച്ചാൽ 2 ആകാം, 3 ആകാം, അങ്ങനെ 50 തവണ വരെ ആകാം. പക്ഷേ ഈ ഗ്രേറ്റർ ദാൻ അത്രയും സിംപ്ലിഫൈ എളുപ്പമല്ലാത്തതിനാൽ നമുക്ക് വേണമെങ്കിൽ അതിന് ഇങ്ങനെ എഴുതാം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 അല്ലെ. എന്ന് വെച്ചാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഐദർ എക്സ് ഈക്വൽ ടു 0 വരാം, ഓർ മീൻസ് പ്ലസ് അല്ലെ, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ലെസ് ദാൻ അല്ല ഈക്വൽ ടു 1 വരാം. അപ്പോൾ നമ്മൾ 2 തന്നെ പറഞ്ഞു, 1 ലെസ് ദാൻ 1. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ എക്സ് ലെസ് ദാൻ 2 എന്നാണ്. എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ പിന്നെ 1 വരാം അല്ലെങ്കിൽ 0 വരാം. ഈ 2 കേസേ ഉള്ളൂ. അതാണ് നമ്മൾ പറഞ്ഞത്. രണ്ടും മ്യൂച്വലി ഡിസ്ജോയിന്റ് ആണ്. അപ്പം അത് 1 കിട്ടുന്നതും 2 കിട്ടുന്നതുമായിട്ട് ബന്ധമൊന്നുമില്ല. കാരണം ഇത് നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്യുന്ന മീൻസ് 50 തവണ തന്നെ നമ്മൾ ട്രയൽ നടത്തുന്നതാണ്, അതുകൊണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 99 ഒന്നാമത്തെ കേസ് അതായിരുന്നല്ലോ. ദാറ്റ് ഈസ് 1 മൈനസ് 9 എക്സ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴത്തേക്ക് 50c0 അത് 1 ആയി. പിന്നെ p റേസ് ടു 0 അതും 1 ആയി. q റേസ് ടു 50 വരും. സോ 99/100 റേസ് ടു നമ്മൾ ജസ്റ്റ് മേളിൽ ചെയ്തിട്ടുണ്ട് റേസ് ടു 50. ഓക്കെ, ദെൻ പ്ലസ് ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. എക്സ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 വരുന്നത് നമ്മൾ ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തു, എക്സാക്ട്ലി വൺസ് നമ്മൾ ചെയ്തു. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ചെയ്തേക്കുന്നതാണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 99/100 ഓൾ റൈസ് ടു 49 എന്നും പറഞ്ഞ് നമ്മൾ ചെയ്തിരുന്നു. ഓക്കെ, ഇത്ര എഴുതിയാൽ മതിയാവും. നമുക്ക് ഇത്രയും കൂടെ ഇവിടെ ഈ കേസിൽ നമുക്ക് ഇത്രയും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ 99/100 അതിൻ്റെ 49 പവർ കോമൺ ആണ്, അത് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇവിടെ ഒരു 99/100 കൂടെ ഉണ്ടാവും, ഇവിടെ ഒരു 1/2 കൂടെ ഉണ്ടാവും. അത് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എഴുതാം. 99/100 ഓൾ റൈസ് ടു 49 അതങ്ങനെ എഴുതട്ടെ. ഇതിനെ നമുക്ക് 100 ആയിട്ട് എഴുതുവാണെങ്കിൽ, കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു 50 വരും. 50 പ്ലസ് 99 ദാറ്റ് ഈസ് 149. ദാറ്റ്സ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും ബാക്കി മുമ്പത്തെ സ്റ്റെപ്പുകൾ എഴുതിയാലും നമുക്ക് മതിയാവും, ഇത്രയും മതി. അപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മളൊന്ന് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് കാര്യം. ഓക്കെ മക്കളെ, ഹിയർ ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ബോക്സ് containing 100 bulbs, 10 are defective.
അപ്പോൾ നമുക്ക് ഡിഫക്റ്റീവ് എന്നുള്ളതിനെ നമുക്ക് സക്സസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ പി ആണല്ലോ. പി എന്ന് പറഞ്ഞാൽ 10 ആർ ഡിഫക്റ്റീവ് ഔട്ട് ഓഫ് 100. സോ 10/100 ദാറ്റ്സ് ഈക്വൽ ടു 1/10 എന്ന് വരും. ഓക്കെ. Then the probability that out of a sample of 5 bulbs, അപ്പോൾ n എന്ന് പറഞ്ഞാൽ 5 ബൾബ്. സോ n is equal to 5. ഇപ്പോൾ ഇവിടെ p എന്ന് പറഞ്ഞാൽ 1/10 ആയതുകൊണ്ട് q നമുക്ക് കണ്ടുപിടിക്കാം. q എന്ന് പറഞ്ഞാൽ 1 മൈനസ് p ആണ്. ദാറ്റ് ഈസ് 1 മൈനസ് 1/10 വരും. ദാറ്റ്സ് ഈക്വൽ ടു 10 മൈനസ് 1/10. ദാറ്റ്സ് ഈക്വൽ ടു 9/10. അത് q. ഓക്കെ. ദെൻ പറഞ്ഞേക്കണം നോക്കാം. The probability that out of a sample of 5 bulbs none is defective. എന്ന് വെച്ചാൽ ഒരെണ്ണം പോലും ഡിഫക്റ്റീവ് ആകല്ല എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ഒരെണ്ണം പോലും ഡിഫക്റ്റീവ് ആകല്ല മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല അനുസരിച്ച് ദാറ്റ് ഈസ് NC0 5Z0 P raised to 0 Q raised to n minus x, that is 5 minus 0 5. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇത് 1 ആണ്, ഇതും 1 ആണ്. സോ 9/10 all raised to 5 ആണ് ആൻസർ എന്ന് പറഞ്ഞത്. ഓക്കെ മക്കളെ, സിമ്പിൾ അല്ലേ? And here is the next question. It is not that 10% of certain articles manufactured are defective. അപ്പോൾ what is the probability that a random sample of 12 such articles 9 are defective? ഇപ്പം ക്ലിയർ ആയിട്ട് നമുക്കറിയാം ഇവിടെ n എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ. ഇനി നമ്മൾ പറഞ്ഞേക്കുന്ന ഡിഫക്റ്റീവ് ആയെന്നാണ് നമ്മളിവിടെ സക്സസ് എടുക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് പി എന്ന് പറഞ്ഞാൽ 10% ആണ്. അപ്പോൾ 10/100 ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 1/10 ആണ് പി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി വരും. ദറ്റ് ഈസ് 1 മൈനസ് 1/10 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 9/10 വരും ക്യൂ എന്ന് പറയും. ഓക്കെ. Then ചോദിച്ചാണ് എന്താണ് നോക്കിക്കേ, what is the probability that a random sample of 12 such articles means n is equal to 12 9 are defective means the probability of x is equal to 9. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആ. ഫോർമുല ഈസ് 12Z9 p എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു p raised to that is 1/10 raised to 9 and 9/10 raised to 12 minus 9 that is 3. ഇത്ര എഴുതിയാൽ മതി. ദാറ്റ്സ് ആൻസർ. സോ 12C9 is same as 12C3 1/10 raised to 9 into 9 cube divided by 10 cube, right? Okay, that's equal to 12C3 is 12 into 11 into 10 divided by 1 2 3 into 9 raised to 3 divided by 10 raised to 12, right? അങ്ങനെ ഒരു 10 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഇവിടെ 10 raised to 11 എന്ന് വരും, ഒരു 10 പോവും. പിന്നെ ഇത് 6 ആണ്, അപ്പോൾ ഇത് 2 എന്ന് വരും. ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 22 into 9 cube divided by 10 raised to 11. That's enough. Okay, so that's the answer. Simple അല്ലേ? One more question, that is this one, question number 44. The probability that a student is not a simmer is 1/5. നോട്ട് എ സിമ്മർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നോട്ട് കൂട്ടി വരുന്നത് നമ്മൾ ഫെയിലർ ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യൂ എന്ന് പറഞ്ഞാൽ 1/5 ആണ് തന്നിരിക്കുന്നത്. അതാണ് അതിനകത്തൊരു ടെസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ക്യൂ ഇസ് ഈക്വൽ ടു 1/5. അപ്പോൾ നമ്മൾ പി എന്നതിനെ കണ്ടുപിടിക്കാം. പി എന്ന് പറഞ്ഞാൽ 1 മൈനസ് ക്യൂ ആണല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു 1 മൈനസ് 1/5. ദാറ്റ്സ് ഈക്വൽ ടു 5 മൈനസ് 1/5. ദാറ്റ്സ് ഈക്വൽ ടു 4/5. അപ്പോൾ ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ക്യൂ തന്നിട്ടുണ്ട്, നോട്ട് എ സിമ്മർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ 1/5 എടുത്തത്. Then the probability that out of 5 students means n is equal to 5. Out of 5 students 4 are simmers. We have to find probability of x is equal to 4. സിമ്മേഴ്സ് ആകാനുള്ള ചാൻസ്, സിമ്മേഴ്സ് ആകാനാണ് x equal to 4. അപ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ p ആണ്. p 4 ആകാനുള്ള പിയുടെ വാല്യൂ മീൻസ് 4 ടൈംസ് സക്സസ് കിട്ടാനുള്ള വാല്യൂ ആണ്. ഇത് നമുക്ക് ഫോർമുല ഉപയോഗിച്ചാൽ മതി.
that is ncx, that is n എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. So 5c4p, that is 4 by 5 raised to 4 into 1 by 5 raised to 1. 5c4 is same as 5. 4 by 5, that is 4 raised to 4 divided by 5 raised to 4 ഉണ്ട്, ഇവിടെ 5 raised to 1 ഉണ്ട്. അപ്പോൾ 5 raised to 4 into 5 raised to 1 ഇത് തമ്മിൽ കട്ടായി പോകും. സോ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4 by 5 all raised to 4 എന്ന് വരും. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മളിപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി എന്നുള്ള ഈ ചാപ്റ്ററിനകത്തെ എല്ലാ ടൈപ്പ് സാധനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി ഈ ചാപ്റ്റർ നമുക്ക് ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിച്ച മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ തിയറം പഠിച്ചു, പിന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻഡിപെൻഡന്റ് ഇവൻറ്റ്സ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ അടുത്ത് പഠിച്ച ഒരു റാൻഡം വേരിയബിൾ എന്താണ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്, പ്രോബബിലിറ്റി ഫംഗ്ഷൻ. പിന്നെ പ്രോബബിലിറ്റി ഫംഗ്ഷന്റെ ചില പ്രത്യേകതകൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ബെർണൗളിസ് ട്രയൽസ് പറഞ്ഞു. ബെർണൗളിസ് ട്രയൽസ് വെച്ച് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വീണ്ടും റിപ്പീറ്റുകൾ ചെയ്യുക. വലിയ ഫോമുലകളൊന്നും നമുക്ക് ഇതിനകത്ത് പഠിക്കാനില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില സാധനങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ചെയ്യുക. അപ്പം വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.